Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook. Simon Varghese Instagram welcomes you. Hello, good morning. നമ്മളെ സന്തോഷത്തിലും സന്താപത്തിലും പ്രയാസത്തിലും പ്രശ്നങ്ങളെല്ലാം കൂടെ ഈ ജീവിതം അല്ലേ എല്ലാം കൂടെ ചേരുന്ന എന്തായാലും ഈ സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ഞാൻ നേരുകയാണ്. ഒരു സക്സസ്ഫുള്ളായ ദിവസം നേരുകയാണ്. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാക്കുന്ന ഒരു ദിനമായി ഇത് മാറട്ടെ. ഇപ്പം ഓഫീസിലെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എന്താണ് ഒരു ദിവസം പറയുന്നത് ആകാംക്ഷ നിൽക്കുന്നവരുണ്ട്. അവർക്ക് ഞാൻ നല്ലൊരു ദിവസം നേരുകയാണ്. നമ്മൾ കടമ നിർവഹിക്കുന്നു, അതിൻ്റെ പ്രതിഫലനമൊക്കെ വന്നോളും. അതിനെപ്പറ്റി നമ്മൾ ആകുലരാകേണ്ട ആവശ്യമില്ല. ഇന്ന് പ്രത്യേകമായി ഒന്നുകൊണ്ട് വേറെ ആവശ്യപ്പെട്ടൊരു വിഷയം വിനോദയാത്ര എന്താണ്, വിനോദയാത്ര എന്താണ്, വിനോദയാത്ര കൊണ്ട് പ്രയോജനം എന്താണ്, കാശ് ചിലവാക്കാതെ കഴിയൂ, അതിൻ്റെ കൂടെ അപകടങ്ങൾ വരില്ലേ, എത്രയോ പേരാണ് വിനോദയാത്രയ്ക്ക് പോയി അപകടത്തിൽ മരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവിൻ്റെ ഒരു പാക്കറ്റ് എനിക്ക് എടുത്ത് തന്നിരിക്കുക. ഞാൻ പറയുന്നൊരു വീഡിയോ ചെയ്യാം. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായ മറുപടി പറഞ്ഞാൽ അതൊരു വ്യക്തിക്കുള്ള മറുപടിയായിപ്പോൾ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ വാണ്ട് ടു ടോക്ക് ടു all the society, not in a district, not in a state, but not in a nation. But I am expecting it will be a universal speak to all. അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത് എന്താ, എന്നെ ശ്രവിക്കുന്ന ധാരാളം ആളുകൾ ദേശം വിദേശമായിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ എനിക്ക് കമൻ്റ് ഇട്ടു, ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് റീൽസ് വരുന്നുണ്ട്, നമ്മളറിയാൻ റീൽസ് വരും നമ്മുടെ സൈറ്റ്. ഞങ്ങൾ പെർമിഷൻ അവർ ചോദിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റീലിന് 1-2 കമൻറ്റേ ഉള്ളൂ. അപ്പോൾ അതിനെ കളിയാക്കി ഞാൻ ചിരിച്ചു. ആ മണ്ടൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പോയിരുന്നെങ്കിൽ അതിൻ്റെ ബാഹുല്യം മനസ്സിലായേനെ. അതായത് 3K ഫോളോവേഴ്സും 3K സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 1000 ഫോളോവേഴ്സ്, അറൗണ്ട് 1000 ഫോളോവേഴ്സും ഉള്ള ആളാണ്. അത് ചിലതിന് കൂടും ഭയങ്കര, ചിലത് കുറയും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ബട്ട് ഐ ആം ഡൂയിങ് മൈ ബിസിനസ് പ്രോപ്പർലി. ഓക്കെ, എനിക്കു വിനോദയാത്രയെപ്പറ്റി പറയാം. നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വരവിനകത്ത് ചിലവ് പിടിച്ചു നിർത്താൻ നല്ല പ്രാവീണ്യം സിദ്ധിച്ച അഭ്യാസിയെ പോലെ പെരുമാറേണ്ടതുണ്ട് അല്ലേ? യെസ്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും ഉണ്ട്, അവരും വിനോദയാത്രയ്ക്ക് പോകണം. എന്താ നമ്മൾ ക്ലാസ്സിൽ ഹണിമൂണിന് പോകുമ്പോൾ അപ്പനും അമ്മയും കൊണ്ടുവരുന്നത്, പക്ഷേ അല്ലാത്തപ്പോഴൊക്കെ അപ്പനും അമ്മയും കൊണ്ടുപോകാം. അവരുള്ളത് നമുക്കൊരു താങ്ങും തണലുമാണ്, നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷയാണ്, നമുക്ക് തന്നെയും സുരക്ഷയാണ്. അപ്പം അത് അങ്ങനെ പോകുന്നതാണ്. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക, അഭിലഷിക്കുക, എനിക്കൊരു വിനോദയാത്ര പറ്റുമോ? അപ്പോൾ യു മസ്റ്റ് ഇൻവെസ്റ്റ് സം എമൗണ്ട് ഫോർ ദാറ്റ് പർപ്പസ്. നിങ്ങൾക്കിപ്പം 1000 രൂപയ്ക്ക് ജോലിയെടുക്കുന്ന ഒരു 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണ്, 20,000 രൂപ ഒരു മാസം അല്ലേ? അതിൽ നിന്നൊരു 1000 രൂപ എടുത്ത് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക, 1000 രൂപ എടുത്ത് ചികിത്സയ്ക്കൊക്കെ വേണ്ടി മാറ്റി വയ്ക്കുക. ബാക്കി 18,000 രൂപയുണ്ട്, അതിൽ നിന്നൊരു ചിട്ടി ചേരുക, ഒരു 3000 രൂപ മാറ്റി വെക്കുക, 2 ലക്ഷം രൂപയുടെ ചിട്ടി. അപ്പോൾ എത്രയായി? 3, 5, 5000 അല്ലേ? ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഹലോ ഗുഡ് മോർണിംഗ്. യങ് യൂത്ത് ഐക്കൺസ് ആണ്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 20,000 രൂപയാണ് കിട്ടുന്നത്. ചിലപ്പം 24 ദിവസം 24,000 വരും, പക്ഷേ അതിൽ 5,000 രൂപ നിങ്ങൾ സേവ് ചെയ്യണം. ബാക്കി 15 കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അതേസമയം നിങ്ങളുടെ ഭാര്യ ഉദ്യോഗസ്ഥയാണ്, അവളുടെ ശമ്പളത്തിൽ ഇതുപോലെ തന്നെ ഒരു സേവിങ്സ് വേണം. അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കി, കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ നല്ല വെൽ ടു ഡു ആയിരിക്കും.
എല്ലാ വർഷവും ടൂർ പോകാനുള്ള പൈസ എങ്ങനെയുണ്ട്. വലിയ ടൂറൊന്നും പോകണ്ട, ഇവിടുന്ന് കോവളം പോയി തിരുവനന്തപുരത്ത് ഒരു ദിവസം താമസിച്ചിട്ട് വന്നാലും മതി, കന്യാകുമാരി ഇപ്പോൾ ഒരു ദിവസം താമസിച്ചിട്ട് വന്നാലും മതി. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് വേളാങ്കണ്ണി പോകാം, കൊടൈക്കനാൽ പോകാം, പളനി പോകാം, വേണമെങ്കിൽ ഹജ്ജിന് പോകാം, എന്തിനു വേണമെങ്കിലും പോകാം. പണം ഉണ്ടെങ്കിൽ എവിടെയും പോകാം. അപ്പോൾ സേവിങ്സ് വേണം. ഇൻ ദ മീൻ ടൈം നമ്മൾ ട്രാവൽ ചെയ്യണം. ഈ ട്രാവലിങ്ങിനെ പറ്റി പറയുമ്പോഴേ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി കേൾക്കാത്ത ഒരു 50 വയസ്സ് മേളിലുള്ളവരെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരും കേട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അക്കാദമിക് എഡ്യൂക്കേഷൻ വൈക്കം മുഹമ്മദ് ബഷീർ സാറിന് കുറവായിരുന്നു. പക്ഷേ അദ്ദേഹം വൈഡ് ആൻഡ് എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്ത് ട്രെയിനിൽ ഇടിച്ച്, അപ്പോൾ എന്ത് പറ്റി, പലതരത്തിലുള്ള മനുഷ്യരായിട്ട് സംസാരിച്ചു, ഹിന്ദി പഠിച്ചു, മറ്റ് ഭാഷകൾ പഠിച്ചു, കർണാട്ടിക് പഠിച്ചു, ആന്ധ്രാക്കാരുടെ ഭാഷ പഠിച്ചു. ഇങ്ങനെയെല്ലാം പഠിച്ച് അയാളൊരു പരിണിത പ്രജ്ഞൻ അങ്ങനെയൊക്കെ പറയാമോ, ഭയങ്കര സ്മാർട്ടായി. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ന് ഇതിഹാസങ്ങളാണ്, ലോകഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സുൽത്താൻ എന്ന് എല്ലാവരും വിളിക്കുന്നു. തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ, വലിയ വരേണ്യവർഗത്തിൽ പിറക്കാത്ത സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ സുൽത്താനെന്ന് ജീവിച്ചിരിക്കുക തന്നെ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഓർത്ത് നോക്കിയേ, യാത്ര തരുന്ന ഗുണം, വിനോദ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ പൊട്ടക്കുളത്തിലെ തവള പോലെ, ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ പള്ളി കമ്മിറ്റി, അതാണ് ലോകത്തെ ഏറ്റവും വലുത് എൻ്റെ വിചാരേ. ഞാനൊരു ഹിന്ദുവാണെങ്കിൽ അവരുടെ ഹൈന്ദവ സമൂഹങ്ങൾ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയാൻ അവരിയ്ക്കുന്നതല്ലേ. പുറത്തോട്ടിറങ്ങിയാലേ വ്യത്യസ്തമായൊരു ലോകമുണ്ടെന്ന് മനസ്സിലാവും. അപ്പം യാത്ര തിരിച്ചറിവ് നൽകും. പിന്നെ ടെൻഷൻ മാറ്റും. എൻ്റെ അപ്പ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, കുട്ടികളുടെ പ്രയാസം പ്രശ്നം. നമ്മൾ വിനോദയാത്ര പോയി കൊടൈക്കനാലിൽ ചെന്നിറങ്ങി കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ആ തടാകത്തിൻ്റെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ കുഞ്ഞ് പറയാം, അപ്പാ എനിക്ക് അവിടുത്തെ കടൽ നല്ല ടേസ്റ്റാണ്, വാങ്ങിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് സബർജിൽ, അത് വാങ്ങിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമിതമായ ഉപദേശം, അമിതമായ ദേഷ്യപ്പെടൽ, കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ദേഷ്യം ഉത്ഭവിച്ചു തുടങ്ങുമ്പോൾ അവരാദ്യം പറയത്തില്ലത്, അത് മുളയിലേ നിന്നുള്ള നമുക്ക് കഴിയും. എൻ്റെ അപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നവൻ ചിന്തിച്ചു തുടങ്ങും. എൻ്റെ അമ്മ കാര്യമായി എന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് പറയും. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഇത് കണ്ട് നല്ലൊരു ഡ്രസ്സാണ്, എൻ്റെ ഒരു സെറ്റർ വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ എന്നോട് സ്നേഹമുണ്ടല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ വിനോദയാത്രകൾ, ചുരുക്കി പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം, സ്നേഹം പരസ്പരം പൂരീകരിക്കാൻ കഴിയും. 2, നിങ്ങൾക്ക് വൈജ്ഞാനിക തലത്തിലേക്ക് കടന്നു കയറാൻ പറ്റും, ജ്ഞാനം കിട്ടും, അറിവ് കിട്ടും. 3, വിവിധങ്ങളായ ഭാഷകളും സംസ്ഥാനങ്ങളും കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമെന്ന് വേറെ. ഇത് ക്രമാനുക്രമമായി ചെയ്യുന്നവരുടെ കാര്യം ആലോചിച്ച്, ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്, വൈഡ് ആൻഡ് എക്സ്റ്റൻസീവ് ജേർണി. പലപ്പോഴും നമ്മുടെ അക്കാഡമിക് ഒരു എഡ്യൂക്കേഷനേക്കാൾ വലുതാണ് യാത്രാനുഭവങ്ങളും പച്ചയായ യാഥാർത്ഥ്യങ്ങളും. അപ്പോൾ അത് നമ്മൾ ശ്രമിക്കണം, അത് പരിപാലിക്കണം, പരിശോധിക്കണം. ഒരു വർഷം ഒരു പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടി ബസ്സിൽ KSRTC ബസ്സിൽ കയറി ആലപ്പുഴ ബീച്ചിൽ പോയി അവിടെ ഇരിക്കണം. അവിടെ പിള്ളേരൊരു പാർക്കുണ്ട് തൊട്ടടുത്ത്, ചെറിയ പൈസയ്ക്കുള്ളൂ, അത് കൊടുത്ത് ഒരു മസാല ദോശയൊക്കെ തിന്ന്, അത് ആഘോഷമല്ലേ. ഞാനിടയ്ക്ക് ബോറടിക്കും, ഭാര്യയും കൂട്ടി ആലപ്പുഴ ബീച്ചിൽ പോയിരിക്കും, കുറേ നേരം നല്ലൊരു കാപ്പ് കുടിക്കും. തിരിച്ചു വരുമ്പോൾ ആവീസി കയറി ചിരട്ടപ്പുട്ടും താറാവ് റോസ്റ്റും കഴിക്കും. താറാവ് കറിക്ക് 300 രൂപയാണ്, ചിരട്ടപ്പുട്ടിന് 50 രൂപ. പക്ഷേ ഞാൻ ഗോതമ്പിൻ്റെ ചിരട്ടപ്പുട്ട് കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യ നല്ല അരിയുടെ പുട്ട് കഴിക്കും. സന്തോഷമല്ലേ.
ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുകയല്ല. ഇങ്ങനെ വേണം ജീവിതം കെട്ടിപ്പിടിക്കുക. അതിന് നിങ്ങൾ 10 ലക്ഷം കൊടുത്ത് ഇൻ്റർനാഷണൽ ടൂറേ പോകുള്ളൂ വിചാരിച്ചത് ഒരിക്കലും നടക്കത്തില്ല. അത് പോകുമ്പോൾ പോട്ടെ, ഒരു വർഷത്തിൽ ഞാൻ പോയിരിക്കും. ഇപ്പം ഞാൻ എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ഞങ്ങളുടെ പള്ളിയിൽ. പേര് കേൾക്കുമ്പോൾ രസം. എൽഡേഴ്സ് ഫോറത്തിന് പ്രായമായ മുതിർന്ന ബുദ്ധിമാന്മാരും ബുദ്ധിരാക്ഷസുകളുമായ ആളുകളുടെ, കാരണം ജീവിതത്തിൽ ഇത്രയും വിജയിച്ചു വരുന്നവരാണല്ലോ അറിവുള്ളവർ, അവരുടെ ഒരു കുഞ്ഞു ലീഡറാണ് ഞാൻ. എനിക്ക് നിർബന്ധം എല്ലാ വർഷവും ടൂറ് പോകണം. ഞങ്ങൾ ടൂറ് പോകും. ഇപ്രാവശ്യം കന്യാകുമാരിക്കാണ് പോയത്. അവിടെ പോയി അടിപൊളി എയർ കണ്ടീഷൻ മുറിയൊക്കെ എടുത്താണ് താമസിച്ച്. ഞങ്ങളെല്ലാം വലിയ പണക്കാർ, ഞങ്ങളെല്ലാം സാധാരണക്കാരാണ്. പക്ഷേ ധനമുള്ളവരും ഉണ്ട്. ഞങ്ങൾ അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത, ഞങ്ങൾ വിനോദയാത്ര പോകുമ്പോൾ, വിനോദയാത്ര പോകാൻ ഇഷ്ടമുണ്ട്, എന്നാൽ സാമ്പത്തിക തടസ്സമുണ്ടെങ്കിൽ അങ്ങനെയുള്ള 3-4 പേരെ കൊണ്ടുപോകും. അത് സംഘടന കൊണ്ടുപോകും, അല്ലെങ്കിൽ സ്പോൺസേഴ്സ് കൊണ്ടുപോകും. അങ്ങനെയാണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ പറ്റി ഞങ്ങൾ വിനോദയാത്ര പോയാൽ ഒരു ടയർ പഞ്ചറാവുകയോ ഒരു ഗ്യാസിൻ്റെ അസുഖം വരുമോ, നമ്മൾ മരുന്നൊക്കെ കരുതിയിട്ടുണ്ട്, ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഈശോയുടെ അനുഗ്രഹമുണ്ട്. കാരുണ്യപ്രവർത്തനം ചെയ്യുമ്പം ഈശോയുടെ വിടും. അപ്പോൾ അങ്ങനെ ആ വിനോദയാത്ര കൂടുതൽ മികവുറ്റതാക്കും. അപ്പോൾ എന്നോട് വിനോദയാത്രയ്ക്കിടെ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞ് നമുക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ കൊടൈക്കനാൽ പോകണം, അവിടെ പോയി റിസോർട്ടൊക്കെ എടുത്ത് കോഴിയും താറാവൊക്കെ ഉണ്ടാക്കി തിന്ന്. ഞാൻ പറയാം അങ്ങനെ തീരുമാനം ടെൻറ്റേറ്റീവായിട്ട് എടുത്തു, താൽക്കാലികമായി എടുത്തു. നമ്മുടെ വികാരിയച്ഛൻ്റെ അനുവാദവും ചില കമ്മിറ്റികളുടെ അനുവാദമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചുമ്മാ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. പൊതുവായി മുതിർന്നവരെയും കൊണ്ട് പോകുന്നല്ലേ. അപ്പോൾ അത് ചർച്ച ചെയ്തൊക്കെ പിന്നെ തീരുമാനം ഞാൻ പറയായിരുന്നു. അപ്പോൾ ഒരു വിനോദയാത്ര, ഞാനിപ്പോൾ പല സംഘടനയുണ്ട്, പല വിനോദയാത്രയുണ്ട്. YMCA ചെങ്ങന്നൂരത്ത് ബോർഡ് മെമ്പർ, ഞങ്ങളവിടെ ബോർഡ് മെമ്പേഴ്സിനൊക്കെ യാത്ര പോകാറുണ്ട്. അങ്ങനെ പലതും. അപ്പം ഈ ഓരോ വിനോദയാത്രയും നമ്മൾ ഉണർത്തുന്ന തരളിതമായ വികാരങ്ങൾ, അറിവുകൾ നമ്മളിൽ മാത്രമല്ല, ഫാമിലിയായിട്ട് പോകുമ്പോൾ ഭാര്യയ്ക്ക് കിട്ടും, കുഞ്ഞുങ്ങൾക്ക് കിട്ടും, മക്കൾക്ക് മകനും കിട്ടും. അവൻ്റെ അപ്പനെ പോലെ അല്ലെ അമ്മയെപ്പോലെ ജീവിക്കാൻ പഠിക്കും. അതുകൊണ്ട് വിനോദയാത്ര ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകും, ഓഫീസ്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ അവന് നിങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമോ, അവന് നിങ്ങളൊരു പോപ്കോൺ മേടിച്ച് കൊടുക്കുമോ, അവനെ നമ്മളൊന്ന് എടുത്ത് താലോലിക്കുമ്പോൾ, അവൻ നടക്കുമെന്ന് വീണ് അവനെ എടുത്ത് ഒന്ന് തടവി അവന് നെറുകയിൽ ചുംബനം കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന സായുജ്യമുണ്ടല്ലോ, അതെവിടെയും കിട്ടത്തില്ല. അത് അവിടുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഓൺലി ഫ്രം അവർ ഫാമിലി. അങ്ങനെ പോകുമ്പോൾ ഓർത്തോളം ഇങ്ങനെ പോകുന്ന ടൂറിൽ അയൽക്കാരൻ്റെ ഭാര്യയും അയൽക്കാരനൊന്നും കൊണ്ടുവരുന്നു. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം കുറയും, നിങ്ങളുടെ സംഭാഷണത്തിൻ്റെ സമയം കുറയും, അവരെ കൂടെ നിങ്ങൾ പരിചരിക്കേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അത് ചെയ്യരുത്. സ്വന്തം ഭാര്യയും സ്വന്തം കൊച്ചുങ്ങളും മതി. സ്വന്തം അമ്മ അപ്പൻ, അല്ലെ സ്വന്തം ഭാര്യയുടെ അപ്പൻ അമ്മ, ഇത് മതി. ഈ ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് അയൽവക്കമൊക്കെ വേണം. അയൽവക്കത്തെ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്, ശരിയാണ്. പക്ഷേ പേഴ്സണൽ ടൂറിനകത്ത് മറ്റാരെയും ഉൾപ്പെടുത്തരുത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ കാശില്ല, ഈ മോളെ നമുക്ക് 3-4 പേർക്ക് കഴിക്കണമെങ്കിൽ 70 രൂപയാകും, എൻ്റെ 35 ഉള്ളൂ. അപ്പോൾ അവൾ പറയും, ഒരു കാര്യം ചെയ്യും, ചേട്ടനും പിള്ളേരും മസാല ദോശയ്ക്ക് ഞാനൊരു ഉഴുന്നുവട അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയും, അയ്യോ അത് വേണ്ട, നീ മസാല ദോശ കഴിക്കും, നമുക്ക് ചായ അങ്ങ് ഒഴിവാക്കാം എന്നും പറഞ്ഞ് കയറി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. വേറെ ആരെയും ചീട്ട് വേണ്ടല്ലോ. മറിച്ച് കൂടുതലാളുണ്ട്, നമുക്ക് അഭിമാനം വിടാനും പറ്റില്ല, വയറ്റിൽ ഗ്യാസ് കഴിക്കാതെ പോകേണ്ടി വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ അതല്ല, ഫാമിലിക്കകത്തെ മറ്റൊരാളെ അടുപ്പിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലം പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര മിടുക്കരാണെന്നൊന്നുമില്ല. പക്ഷേ ഏതൊരു വ്യക്തിയും മിടുക്കരായവരെ കാണുമ്പോൾ അഭിനന്ദിക്കാൻ തോന്നും. ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ കഴിവുകൾ കണ്ടാൽ അയാളെ അഭിനന്ദിക്കാൻ തോന്നും. ഭർത്താവിന് ഭാര്യയേക്കാൾ മിടിക്കും ചിരിക്കാൻ. ഇവനെ അറിയുന്നില്ല, ഈ ചിരി നിമിഷങ്ങളേ ഉള്ളൂ. ഭാര്യ കാലങ്ങളായി കൂടെ നിന്ന് ചിരിക്കുന്നതാണ് ഈ മണ്ടൻ മനസ്സിലാക്കിയാൽ. അങ്ങനെ കുടുംബങ്ങളിൽ ശൈഥല്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിനോദയാത്ര പോകുമ്പോൾ നമ്മൾ ഒരു ഫാമിലി യാത്ര പോകുമ്പോൾ ആ ഫാമിലി മതി.
നമ്മളാണ് അവിടുത്തെ രാജാവ്. ഞാൻ പോകുമ്പം ഞാനൊരു മണ്ടനാണേലും ഞാനാണ് ആ യാത്രയിലെ രാജാവ്. എൻ്റെ ഭാര്യയാണ് രാജ്ഞി, എൻ്റെ മക്കളാണ് രാജകുമാരൻ രാജകുമാരി. ആഹാ, അതാണ് നല്ലൊരു വീക്ഷണം അല്ലേ? ഓക്കെ, ഒന്നു മാത്രം ഞാൻ പറയാം. ഓരോ വിനോദയാത്രയും നമുക്ക് ആയിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് ലാഭിച്ചു തരുന്നത്. ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നതിൻ്റെ അറിവാണ് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് രൂപയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അതുകൊണ്ട് വിനോദയാത്രകൾ എപ്പോഴും മുതൽക്കൂട്ടാണ്, സമ്പാദ്യമാണ്. ഓക്കെ, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകട്ടെ എല്ലാവർക്കും. നല്ലൊരു ജീവിതം, അടിപൊളിയായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ. കുശുമ്പും കുന്നായ്മയും കളഞ്ഞ്, നെഗറ്റീവ് ചിന്തകൾ കളഞ്ഞ്, നെഗറ്റീവ്സ് പറയുന്ന ഒഴിവാക്കി അടിപൊളിയായിട്ട് ജീവിക്കുക. നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് പറയുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളത് കേട്ടാൽ ഓർത്തോളുക, അവരും അതിനേക്കാൾ മിടുക്കരായി നെഗറ്റീവായിട്ട് വരും. ഒരു കാരണവശാലും നെഗറ്റീവ്സ് പറയരുത്, പ്രേരിപ്പിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്. ഓക്കെ, ബി പോസിറ്റീവ് ഓൾവേസ്. ബി ഹാപ്പി ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.